ഇടുക്കി അടിമാലിക്ക് സമീപം ദേശീയപാതയിൽ മണ്ണിടിഞ്ഞ് കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയ ദമ്പതികളിൽ ഒരാൾ മരിച്ച വാർത്ത നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കൂടെ പോകാം. അടിമാലി ലക്ഷം വീട് ഉന്നതിയിലുള്ള ബിജു ആണ് മരിച്ചത്. മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുക്കമാണ് ബിജുവിന്റെ ഭാര്യ സന്ധ്യയെ പുറത്തെടുത്തത്. ഇവരെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു. ബിജുവിന്റെ സംസ്കാരം ഇന്ന് നടക്കും. അപ്പോൾ അവിടെയുള്ള കുടുംബങ്ങളെയൊക്കെ മാറ്റി താമസിപ്പിച്ചിരിക്കുകയാണ്. ഇനി തിരികെ എത്താനുള്ള സാധ്യതയുണ്ടോ? ഉടനെ ഇവർ ഈ സ്ഥലത്ത് തന്നെ താമസിക്കാൻ പറ്റുമോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ അവരെ അലട്ടുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു നടപടി എടുത്തിട്ട് പോലും ഒരാൾക്ക് ജീവൻ അതിനകത്ത് നഷ്ടപ്പെടേണ്ടി വന്നു എന്ന് വളരെ ദുഃഖകരമായ സംഭവം കൂടിയുണ്ട്. മുഹമ്മദ് ആഷിഖ് വിശദാംശങ്ങൾ നൽകും. ആഷിഖ്, ആളുകൾ നേരത്തെ ആഷിഖ് അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ കാണുമ്പോൾ ആളുകളൊക്കെ ഒരു താൽക്കാലിക ഷെൽട്ടറിലേക്ക് മാറുന്നതാണ് നമ്മൾ കണ്ടിരുന്നത്. ചർച്ചിൻ്റെയും പള്ളികളൊക്കെ അനുവദിച്ച സ്ഥലങ്ങളിലേക്ക് മാറുന്ന ഒരുക്കങ്ങളിലായിരുന്നു. അവരെല്ലാവരും മാറിക്കഴിഞ്ഞോ? ആ മേഖലയിൽ ഇനിയൊരു ജീവിതം സാധ്യമാണോ? ആഷിഖ് അവിടെ നിന്ന് നോക്കുമ്പോൾ അപ്പോൾ ഇവർക്കൊക്കെ താൽക്കാലിക വാസമാണെങ്കിൽ കൂടി അതിനാവശ്യമായ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഉറപ്പുവരുത്താൻ അധികാരികൾ കഴിഞ്ഞിട്ടുണ്ടോ? എന്താണ് അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ കാഴ്ചകൾ ആഷിഖ്? ഇഫുദ്ദീൻ, ഇതേവരെ ആളുകൾ ഇവിടുന്ന് മാറി താമസിക്കുന്ന പ്രവർത്തനങ്ങൾ പൂർണ്ണമായിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോഴും സാധനങ്ങൾ മാറ്റുന്ന കാര്യങ്ങളിലാണ് ഇവിടെയുള്ള ആളുകൾ. അത് സുരക്ഷിതമായി ഈ ഇന്നലത്തെ മണ്ണിടിച്ചിലിൽ ഒന്നും പറ്റാത്ത വീടുകളിൽ നിന്നുള്ള ആളുകളാണ് ഇവിടുന്ന് മാറി താമസിക്കുന്നത്. പക്ഷേ സൈഫുദ്ദീൻ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം സുരക്ഷിതമായി ഇനി ഈ പ്രദേശത്ത് ആളുകൾക്ക് താമസിക്കാൻ കഴിയില്ല, ഒരു രാത്രി ഉറങ്ങി വെളുപ്പിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് ആ ചോദ്യത്തിന് ഉത്തരം എന്നുള്ളതാണ്. കാരണം ഇന്നലെ രാത്രി വളരെ അപ്രതീക്ഷിതമായിട്ടാണ് വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായത്. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് കാണാം, ഈ വീടുകൾ ഇരിക്കുന്നതിന്റെ തൊട്ട് പിൻഭാഗത്ത് വലിയ 10 അടിക്ക് മുകളിൽ ഉയരത്തിൽ വലിയ മൺതിട്ട രൂപപ്പെട്ടിരിക്കുന്നു. അത് എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു താഴാവുന്ന സാഹചര്യത്തിലാണ് നിലവിൽ ഉള്ളത്. അത് അങ്ങനെ നിലനിൽക്കുന്നിടത്തോളം കാലം ഇവിടെയുള്ള ആളുകൾക്ക് സമാധാനമായി കഴിയാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ആളുകൾ ഏറ്റവും വേഗത്തിൽ ഇവിടെ നിന്ന് മാറി താമസിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നു. പക്ഷേ അപ്പോഴും എങ്ങോട്ട് മാറും എന്ന ചോദ്യം ഇവിടുന്ന് മാറുന്ന എല്ലാ ആളുകളുടെയും ഉള്ളിലുണ്ട്. പക്ഷെ അത് സ്ഥിരമായി ഏതെങ്കിലും ഒരു സംവിധാനം അവർക്ക് ഇതേവരെ ഒരുങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു ചോദ്യമുള്ളത്, സംസ്ഥാന സംവിധാനങ്ങൾ അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടവും മറ്റ് ഭരണ സംവിധാനങ്ങളും ഇവർക്ക് ആശ്വാസകരമായി എന്ത് ചെയ്തു എന്നുള്ള ചോദ്യമാണ്. നിലവിൽ ഇതേവരെ ഈ മണിക്കൂർ വരെ ഒരു തരത്തിലുള്ള പ്രഖ്യാപനം, ഒരു തരത്തിലുള്ള താൽക്കാലിക സംവിധാനങ്ങളോ ഇവർക്ക് വേണ്ടി ഒരുക്കിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ജില്ലാ ഭരണകൂടം ആ നിലയിൽ ഒരു പ്രഖ്യാപനവും ഇതേവരെ നൽകിയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടുന്ന് ആളുകൾ മാറ്റി പാർപ്പിക്കുന്ന ആളുകൾ എല്ലാവരും എന്ത് ചെയ്യും എന്നറിയില്ലാതെ നിൽക്കുന്ന ആളുകളാണ്. എല്ലാവരുടെ അടുത്ത് അവരുടെ അടുത്ത് മൈക്കുമായി കൊണ്ടുപോകുന്നതിൽ തന്നെയും പരിമിതികളുണ്ട്. കുട്ടികൾ ഒക്കെ അവരുടെ കളി, ഈ പെറ്റ്, കഴിഞ്ഞ ലൈവിൽ ഞാൻ പറഞ്ഞതുപോലെ 3 പൂച്ചക്കുട്ടികളുമായി ഒരു കൊഞ്ചുകുട്ടി നിൽക്കുന്നുണ്ട്. അവള് കഴിഞ്ഞ ദിവസം ക്യാമ്പിലേക്ക് പോയപ്പോൾ അവരെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. അപകടം കഴിഞ്ഞ് വന്നപ്പോൾ അവരെയും കൂട്ടി അടുത്ത് താൽക്കാലികമായി ഒരുക്കിയിരിക്കുന്ന വീട്ടിലേക്ക് പോകാനുള്ള ഒരു ഉത്സാഹത്തിലാണ്. കുട്ടികൾക്ക് വലിയ കൗതുകമാണ് ഈ കാര്യങ്ങളെല്ലാം. എങ്കിലും പക്ഷേ മുതിർന്നവർക്ക് അങ്ങനെയല്ല എന്നുള്ളതാണ്. ചേട്ടാ, മാറി താമസിക്കാനുള്ള ഇടം ആയോ? ഇല്ല, കിട്ടിയിട്ടില്ല. എങ്ങോട്ടാ പോവുക? ഒരു ലക്കില്ല. ഇപ്പം എവിടെ പോകുന്നു എനിക്ക് തന്നെ അറിയാൻ പാടില്ല. സാധനങ്ങളൊക്കെ മാറ്റാൻ പറഞ്ഞു, എവിടെ നിന്ന് മാറ്റും, എങ്ങോട്ട് കൊണ്ടുപോകുന്നു എനിക്കറിയാൻ പാടില്ല. വീടുമില്ല, കൂടുമില്ല, വേറെ 10 പൈസ കയ്യിലുമില്ല. എന്തെങ്കിലും വാടകയ്ക്കുള്ള ഒരു വീട് എടുക്കുക, അതും പറ്റുന്നില്ല. ഒരു കണ്ടീഷനില്ല അപ്പം ഞാനിരിക്കുന്നത്. വീട് ഭാഗ്യമായി തകർന്നിട്ടുണ്ടല്ലേ? ഇവിടെ കഴിയാൻ പറ്റില്ല. ഇവിടെ കഴിയാൻ പറ്റൂല, സമ്മതിക്കുള്ളൂ. സാധനങ്ങൾ മാറ്റി തുടങ്ങിയോ? ഇല്ല, എല്ലാം റെഡിയാക്കണുള്ളൂ. അതിൻ്റെ ഉള്ളിലൊക്കെ പെറുക്കിയൊക്കെ മാറ്റുന്നുള്ളൂ. ചെയ്യുന്നതാണ് ഇപ്പോ. എന്താ ചെയ്യണത്? എന്താ പറയാ, വേറെ ആരും. അപകടം നടക്കുമ്പോ എവിടെയായിരുന്നു? ഇവിടെ ഉണ്ടായിരുന്നു. അവിടെ ആ മോളത് വീടില്ലേ, അവിടെ ഉണ്ടായിരുന്നു. കണ്ടിരുന്നോ ഇത്? അത് കറങ്ങി അടിച്ചല്ലേ വന്നത്. അത് അത്രയും കാണാനും പറ്റും. അതിൽ കൂടുതൽ കാണാൻ പറ്റിയില്ലല്ലോ, അതിനുള്ള വകുപ്പില്ലല്ലോ നമുക്ക്. അപ്പോഴേക്ക് ഞാൻ വല്ലാതെയായി. ഞങ്ങൾ രണ്ടുപേരും കാരണത്തിനും എന്നെ ആശുപത്രിയിലാക്കിയേക്കുമായിരുന്നു. ഇഫുദ്ദീൻ, ഇതാണ് ഇവിടുത്തെ കാഴ്ച. എങ്ങോട്ട് പോകണം എന്നറിയാതെ നിസ്സഹായരായി നിൽക്കുന്ന സാധാരണക്കാരായ മനുഷ്യരാണ് ഇവിടെയുള്ളത്. നിസ്സഹായർ എന്ന് പറഞ്ഞാൽ പോരാ, അതിനപ്പുറമാണ് ഇവിടുത്തെ അവസ്ഥ എന്നുള്ളത്. നിരവധി ആളുകൾ, ഇതേപോലെയുള്ള ആളുകൾ എങ്ങോട്ട് പോകണം എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ നിസ്സഹായരായി വീട്ടുപടിക്കൽ നിൽക്കുകയാണ്. പക്ഷേ ഇനി
ഇവിടെ കഴിയാൻ കഴിയുകയില്ല. കാരണം എപ്പോൾ വേണമെങ്കിലും അപകടം സംഭവിക്കാവുന്ന നിലയിൽ വലിയൊരു മൺതിട്ട തൊട്ടുമുകളിൽ തലയ്ക്ക് മുകളിൽ ഉയർന്നു നിൽക്കുന്നു. ആ സാഹചര്യത്തിൽ ഇവിടേക്ക് ഇനി മടങ്ങി വരാനോ ഒരു രാത്രി ഇവിടെ അന്തിയുറങ്ങുവാനോ കഴിയില്ല എന്നുള്ളതാണ്. അതേസമയം വീടുകൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോയവരുടെ അവസ്ഥയാണ് ഏറ്റവും ദാരുണം എന്ന് പറയേണ്ടി വരും. അടുങ്ങിക്കിടക്കുന്ന മൺതിട്ടകൾക്കുള്ളിൽ ഏതാണ്ട് 4ഓളം വീടുകളുണ്ട്. അവർക്ക് എല്ലാം തന്നെയും നഷ്ടപ്പെട്ടു. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറിയവർക്ക് ഉടുത്തിരിക്കുന്ന വസ്ത്രമല്ലാതെ മറ്റൊന്നും ഇല്ലാത്ത സാഹചര്യമാണ്. ചേട്ടാ, ഇവിടെ വീടുള്ള ആള് മറ്റാണോ? അതെ, അവിടെ ഉള്ള ആളല്ല, ഇവിടെ ഒന്നാണ്. ഇതിനകത്തുണ്ട് ഈ വീട് വീട് പൂർണ്ണമായും മണ്ണിനടിയിലായി പോയി. ഈ വീട് പൂർണ്ണമായി പോയി. ഇന്നലെ ഈ സംഭവം നടക്കുമ്പോൾ എവിടെയായിരുന്നു? ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് സുഖമില്ലെന്ന് മൂന്നാർക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. 3 മാസമായി. ഈ സാധനം എല്ലാം ഇവിടെ ഉണ്ട്. ഒരാൾക്കാർ വന്ന് ഇവിടെ ഇരുന്നതാണ്. ഞാൻ 2 മാസത്തേക്ക് ഇരിക്കാമെന്ന് വന്നിരുന്നതാണ്. സാധനങ്ങളെല്ലാം അതിനുള്ളിലാണ്. എല്ലാം പോയി സാർ. എൻ്റെ ഭാര്യ മുടിയാതാണ്. ഇങ്ങനെ കൈകാല് തളർച്ചു. യൂറിൻ പോകണം, പൊക്കിയിട്ട് പോകണം എൻ്റെ ഭാര്യയ്ക്ക്. എന്താ ചെയ്യുക ഇപ്പൊ? എന്തെങ്കിലും ഇതിനുള്ളിൽ നിന്ന് സാധനങ്ങൾ വീണ്ടെടുക്കാനുള്ള എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? എന്ത് ചെയ്യണം ഒന്നും അറിയില്ല. എല്ലാം ഉള്ളിൽ പോയി. എന്ത് ചെയ്യാനൊന്നും അറിയില്ല. ഏതെങ്കിലും ഗവൺമെൻറ് ഞങ്ങൾക്കൊരു ആനുകൂല്യം ചെയ്യണം. പേരെങ്ങനെയാണ്? എൻ്റെ പേര് ഈശ്വരൻ. ഇപ്പൊ ഈശ്വരന്റെ അവസ്ഥ പറഞ്ഞതുപോലെയാണ് ഇവിടെ എല്ലാ മനുഷ്യരുടെയും. എല്ലാവരും ഏതെങ്കിലും തരത്തിൽ ജീവിതത്തിൽ പ്രതിസന്ധികൾ അനുഭവിക്കുന്ന മനുഷ്യരാണ്. ജീവിതം ഒരു പകൽ തീർക്കുവാൻ വേണ്ടി പെടാപ്പാട് പെടുന്ന മനുഷ്യരാണ്. അവർക്ക് മുകളിലേക്കാണ് അശനിപാതം പോലെ വലിയ ദുരന്തം വന്ന് പതിച്ചിട്ടുള്ളത്.